കാണാം. നമ്മുടെ കുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു അബദ്ധം പിണഞ്ഞു എന്ന് വെക്കുക, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അതിന് മിസ്റ്റേക്ക് എന്ന് പറയാം, മിസ്റ്റേക്ക് സംഭവിച്ചു എന്ന് വെക്കുക. ആ മിസ്റ്റേക്ക് എന്ന് പറയുന്ന സാധനം സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നടപ്പിലാക്കേണ്ട കാര്യം അവനെ സ്വകാര്യതയിൽ വിളിപ്പിക്കലാണ്. ദയവ് ചെയ്ത് ആൾക്കൂട്ടത്തിൽ വെച്ച് വഷളാക്കരുത്. ഉമ്മയുടെ ജ്യേഷ്ഠത്തിക്ക് വിളിച്ചിട്ട് ഇന്ന പാതിരി ഉണ്ടാക്കരുത് എന്ന് ഇവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് പറയരുത്. പകരം അവനോട് പറഞ്ഞ എന്തേ മോനെ നീ ഇങ്ങനെ ചെയ്തത്, ഞാൻ നിന്നിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ മോനെ എന്നൊക്കെ പറയുമ്പോഴേക്കും അവൻ പകുതിയിലേറെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും. എന്നിട്ട് ചിലപ്പോൾ അവൻ റിക്വസ്റ്റ് ആയിട്ട് പറയും, ഉപ്പനോട് ഇത് പറയരുത് കേട്ടോ. മിക്ക കുട്ടികളും പറഞ്ഞൊരു കാര്യമാണ്, ഉപ്പനോട് ഇത് പറയരുത് കേട്ടോ. കാരണം ഉപ്പ അവന് ഭയങ്കര ഹീറോ ആയിരിക്കും. ഉമ്മാര് മിക്കവാറും എന്താ ചെയ്യാന്നറിയോ, ഫോണുണ്ട് എടുക്കും അവൻ്റെ മുമ്പെന്ന്, എന്നിട്ട് നിങ്ങൾ എവിടെയാണ് നിങ്ങൾ എടുത്തില്ല, നിങ്ങൾ കേട്ടുക്കണം അവൻ്റെ കഥ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പറയലാണ്. ദയവ് ചെയ്ത് അങ്ങനെ പറയല്ലേ. ഉപ്പൻ്റെ മുമ്പിൽ അവൻ്റെ ഹീറോയിസം തകർന്നാൽ അവൻ പിന്നെ ഒരു ക്രൂരനായ മനുഷ്യനായി മാറും. കാരണം എല്ലായിടത്തും ഇത് തകർന്നു എന്ന് കാണുമ്പോൾ മനുഷ്യൻ ക്രൂരനാകും. അതുകൊണ്ട് ഉപ്പ ഒരു സോഫ്റ്റ് ആളാണെങ്കിൽ, ഉപ്പ മകനോട് ഇത് വിളിച്ചു പറയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, നിങ്ങൾ അവനോട് വിളിക്കരുത്, ഇതറിഞ്ഞതായി നിങ്ങൾ ഭാവിക്കരുത്, ഇന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അത് പറ്റാത്ത പുതിയാപ്പിളിനോട് നിങ്ങൾ പറഞ്ഞതിനേക്കാളും നല്ലത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാതിരിക്കലാണ്. നിങ്ങളുടെ കുടുംബത്തിൽ അത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് പറയല്ല. ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ, ഇപ്പോൾ മോൾക്കൊരു പ്രണയം ഉണ്ടായിന്ന് വയ്ക്കുക, ആ പ്രണയത്തിൻ്റെ കഥ വാപ്പാനോട് പറയാതെ വെക്കും. എന്നിട്ട് നിങ്ങളെന്നത് നേരാക്കാൻ വേണ്ടി ഓനെ വിളിക്കും. ആരെ? എൻ്റെ കാമുകനെ വിളിക്കും. എന്നിട്ട് മോനെ ഒന്ന് പിന്മാറണം കേട്ടോ, എന്താ ചെയ്യുക? അപ്പോൾ മോൻ എന്തെങ്കിലുമൊക്കെ പറയും. കാരണം മോനെ സംസാരിക്കുന്നത് പോലും ഈ വോയിസ് ഭാവിയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? നിങ്ങൾ സംസാരിക്കണത് അപ്പോൾ അവനോട് ആ പ്രശ്നം പറയാനാണ്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ, നിങ്ങളുടെ ഈ സംസാരത്തിൻ്റെ വോയിസ് ഇങ്ങനെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ കൗൺസിലിങ്ങിൽ. അതേ ഇത് ഞാൻ നിങ്ങളെ പുതിയാപ്പിളക്ക് ഇത് അയച്ചു കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തും. പറഞ്ഞു മനസ്സിലായോ? അപ്പോഴേക്കും പുതിയാപ്പിള എന്താക്കും, ഇവനെ രണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അതുകൊണ്ട് നമുക്കും വളരാം മക്കളോടൊപ്പം എന്ന് പറയുമ്പോൾ മക്കളുടെ മനോഗതിയെ നമ്മൾ തിരിച്ചറിയണം, മക്കളുടെ അവസ്ഥകളെ നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് മെല്ലെ അവരെന്താക്കണം, തിരുത്താൻ വേണ്ടി ശ്രമിക്കണം. ഇനി അവർ മയക്കുമരുന്ന് തന്നെ ഉപയോഗിച്ചു എന്ന് വെക്കുക, അതിൻ്റെ സെഷൻ ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഭാഗം ഒന്ന് ചെറുതായിട്ട് പറയാം. അവനെ കൗൺസിലേഴ്സിൻ്റെ അടുക്കൽ സ്വകാര്യതയിൽ കൊണ്ടുപോകണം. മെഡിക്കേഷൻ വേണമെങ്കിൽ മെഡിറ്റേഷൻ അല്ല മെഡിക്കേഷൻ, അഥവാ മരുന്ന് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. മരുന്ന് കൊടുക്കുന്നതിന് മുമ്പേ അവൻ്റെ ഉപ്പയെ അറിയിക്കൽ നിർബന്ധമാണ്. അഥവാ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ കോഴിക്കോടൊക്കെ ഇക്ര ഹോസ്പിറ്റലിലൊക്കെ ഉള്ളതുപോലെ ഏതെങ്കിലും മെഡിക്കൽ സെന്ററുകൾ ഉണ്ടാകും. അവിടെ കൊണ്ടുപോയി നിങ്ങൾ 21 ദിവസത്തെ 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്ത് ഇൻടോക്സിക്കേഷനെ നേരെ ഓപ്പോസിറ്റിലേക്ക് കൊണ്ടുപോയി അതെല്ലാം ഇല്ലാതെയാക്കി മാറ്റേണ്ടി വരും. ഇതിനൊക്കെ ഒരു ക്ഷമ നിങ്ങൾ കാണിക്കണം. അല്ലാതെ അവനെ ഒറ്റപ്പെടുത്തലല്ല, അവനെ കുറ്റപ്പെടുത്തലല്ല, അവനെ വെറുതെ ശപിച്ചുകൊണ്ടിരിക്കലല്ല. പിന്നെ പെൺകുട്ടികളുടെ ഒരു കാര്യം, പെൺകുട്ടികളോട് ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ, ദയവ് ചെയ്ത് നിങ്ങൾ മൊബൈലിലൂടെ പരിചയപ്പെട്ട ഒരാളെ എന്നേക്കുമായിട്ട് സ്വീകരിക്കല്ലേ. ഏറ്റവും വലിയ വൃത്തികേടാണത്. കാരണം മൊബൈലിൽ പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടാണ് ഇവർ മിക്കവാറും എന്ത് തുടങ്ങുക. ഇപ്പോഴത്തെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ ഏത് കറുത്തവനെയും വെളുപ്പിക്കുന്ന സാധനം. കണ്ണൂരിൽ നിന്നൊരു കുട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ മുമ്പിൽ കുറേ മുമ്പ് കൗൺസിലിങ്ങിന്. അപ്പം ഇപ്പുറത്തുള്ളത് ഒരു ഹൈന്ദവ പയ്യനാണ്, ഒരു കറുത്ത് മെലിഞ്ഞുണങ്ങിയ ഒരു പയ്യൻ. ഈ പെൺകുട്ടി കാണാൻ നല്ല മനോഹരിയായ ഒരു പെൺകുട്ടിയാണ്. ഞാൻ ഈ പെൺകുട്ടിയോട് ചോദിച്ചു, മോളെ എന്തുകൊണ്ടാണ് നീ അവനെ സെലക്ട് ചെയ്യാനുള്ള കാരണം? അപ്പം ഈ പെൺകുട്ടി പറഞ്ഞത് എന്താണെന്നറിയോ, സാറേ എൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവന് പ്രൊഫൈൽ പിക്ചർ മാറ്റിയിട്ടാണ് എന്താക്കിയത്, എന്നോട് ചാറ്റ് ചെയ്തത്. ഞാൻ അവനാണ് ഏതോ ഒരു നല്ല കാസർഗോട്ടുകാരൻ്റെ മോന്ത വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അവസാനമായി ഞാൻ ചില പിക്ചറുകൾ, വളരെ മോശമായ പിക്ചറുകൾ അവൻ അയച്ചു കൊടുത്തു. അതവൻ്റെ കയ്യിലുണ്ട് സാർ. ഇപ്പോൾ അവൻ എന്നെ ഭീഷണിപ്പെടുത്താൻ, അഥവാ ഇതിൽ നിന്ന് നീ പിന്മാറിയാൽ ഞാനിതെല്ലാം സോഷ്യൽ മീഡിയയിലേക്ക് ഇടുമെന്ന്. അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് സാറേ എന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, ഇങ്ങനെയാണോ നമ്മൾ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത്? ഏതോ ഒരു കൊലച്ചതിയൻ്റെ കൂടെയായിട്ട് ആ ചതിപ്രയോഗത്തിലൂടെ നമ്മളെ വശത്താക്കിയിട്ട് അവസാനം ആ ചതിയിൽ എന്നേക്കുമായി കുടുങ്ങലാണോ നമ്മുടെ ദൗത്യം? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നേരെ കാണണ്ടേ? വിവാഹത്തിൻ്റെ അന്ന് മാത്രം പ്രണയിച്ചവനെ കണ്ട പെൺകുട്ടികളുണ്ട്, കണ്ടിട്ടാകെ ഭീതിപ്പെട്ട പെൺകുട്ടികളുണ്ട്. കാരണം അപ്പോഴേക്കും എല്ലാ രീതിയിലുള്ള ചാറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ടാകും. രജിസ്റ്റർ ഓഫീസിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് കാമുകനെ കണ്ടുമുട്ടുന്നത്. പെൺകുട്ടികളായി ട്രാപ്പിൽ കൂടുതലുമായിട്ട് കുടുങ്ങുന്നത്. ഇനി നമ്മൾ കോളേജിലോ മറ്റോ ആയിട്ട് കണ്ട കുട്ടികൾ തന്നെ നമ്മൾ അനാലിസിസ് നടത്തണം. അവൻ്റെ വ്യക്തിത്വത്തിനെ,
വാപ്പാക്ക് 4 ബിൽഡിംഗ് ഉണ്ട് എന്നതല്ല നമ്മുടെ പുതിയാപ്പിളയുടെ, നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ യോഗ്യത. നമ്മുടെ ഭർത്താവിൻ്റെ പിതാവിന് ഭയങ്കര ബിസിനസ് ഉണ്ട് എന്നതല്ല നമ്മുടെ ഭർത്താവിൻ്റെ യോഗ്യത. അവൻ ഡിഗ്നിറ്റി ഉള്ളവനായിരിക്കണം, അവൻ പേഴ്സണാലിറ്റി ഉള്ളവനായിരിക്കണം, അവൻ ഇൻഡിവിജ്വാലിറ്റി ഉള്ളവനായിരിക്കണം, അവൻ എഡ്യൂക്കേഷൻ ഉള്ള ആളായിരിക്കണം, അവൻ ദീനുള്ള ആളായിരിക്കണം, അവൻ പക്വതയുള്ള ആളായിരിക്കണം, ഇമോഷണൽ ആകരുത്, അവൻ ഡിപ്ലോമാറ്റിക് ആയിരിക്കണം. ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടേ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയിൽ ഒരു പുരുഷനെ വിലയിരുത്തേണ്ടുന്ന പെൺകുട്ടികൾ വെറുതെ ഒരു മെസ്സേജ് അയക്കുമ്പോഴേക്ക് എന്തിനാണ് നമ്മളതിൽ തകർന്നു വീഴുന്നത്? കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ നമ്മൾ നോക്കുന്നു. നമുക്കും വളരാം നമ്മുടെ മക്കളോടൊപ്പം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിൻ്റെ മൂർധന്യതയിലേക്ക് നമ്മുടെ കുട്ടികളെ നമ്മൾ കൊണ്ടുപോകണം. ഇവിടെ ഡെവലപ്പ് ആകാത്ത ഏരിയ ആകട്ടെ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകാം, എനിക്കങ്ങനെ തോന്നുന്നില്ല. നിങ്ങളുടെ മെൻറ്റാലിറ്റിയാണ് മാറേണ്ടത്. ഈ ലോകത്തിൽ ലോകമൊരിക്കലും മാറുന്നില്ല. ലോകം മാറുന്നുണ്ട് എപ്പോ? കാലം മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്നതാണ്. ലോകവും കാലവും തമ്മിൽ 2 അക്ഷരമേ ഉള്ളൂ. കാലം ഇവിടെ മാറുന്നില്ല. ഇതാ ശ്രദ്ധിക്കണേ, കാലത്തിൻ്റെ ഒരു പോക്കെ എന്ന് പറയണ്ട. ഇവിടെ ഈ കാണുന്ന കാലത്തിൽ എല്ലാ കാലത്തും ആ പക്ഷി എന്ന് പറയുന്ന സാധനം ഇല്ലിക്കോല് കൊണ്ട് തന്നെയാണ് കാക്ക അന്നും കൂട് വെച്ചിട്ടുള്ളത്. ഒരിക്കലും ഡെവലപ്പായതിൻ്റെ പേരിൽ വാർപ്പിൻ്റെ കൂട് നോക്കിയിട്ട് കാക്ക പോയിട്ടില്ല. കൂരാറ്റ് അതിൻ്റെ കൂട് വെക്കുന്നത് ഈ കാണുന്ന സാധനം കൊണ്ട് തന്നെയാണ്. അത് അന്നും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. കിഴക്കാണ് സൂര്യൻ ഉദിക്കുന്നത്, പടിഞ്ഞാറാണ് അസ്തമിക്കുന്നത്. അത് എത്രയോ നൂറ്റാണ്ടുകളായിട്ട് അങ്ങനെ തന്നെയാണ്. എല്ലാ നദികളും ഒഴുകുന്നത് ഈ ഭാഗത്തേക്ക് തന്നെയാണ്. കടലതിൻ്റെ തിരമാലകൾ തീർക്കുന്നത്, മേഘാവൃതം തീർക്കുന്നത്, മഴകൾ വരുന്നത്, ഈ കാണുന്ന ചെടികളും പൂക്കളും എല്ലാം അതിൻ്റെതായ കോലത്തിലും ഭാവത്തിലും പോകുന്നത്. കാലം മാറിയിട്ടില്ല, മാറിയത് മനുഷ്യനാണ്. അതുകൊണ്ട് ഈ മനുഷ്യരായ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്താണെന്നറിയോ? കാലം മാറുന്നതിന് മുമ്പേ നമ്മുടെ മനോഗതി മാറണം. അഥവാ ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഇതൊക്കെ ഭാഗമാണല്ലോ. അത് കുട്ടികളുടെ വളർച്ചയിൽ കുട്ടികൾക്ക് അറ്റ്ലീസ്റ്റ് 10 വർഷത്തേക്കുള്ള ടാർഗറ്റ് നമ്മൾ ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ കുട്ടി ഇപ്പോൾ ജസ്റ്റ് 7ാം ക്ലാസ്സിലാണോ? അവന് വയസ്സ് ഏകദേശം 12 ആയിരിക്കും. 22 വയസ്സാകുമ്പോൾ അവൻ PG കാരനായിരിക്കും. അവൻ PG ഏത് ക്യാമ്പസിൽ ചെയ്യണമെന്ന് നമുക്കൊരു ധാരണയുണ്ടായിരിക്കും. അല്ലാതെ അവനിപ്പോൾ സ്കൂളുണ്ട് കഴിഞ്ഞാൽ അടുത്ത 8ാം ക്ലാസ് ഏത് സ്കൂളിൽ നിന്ന് മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്, അവൻ്റെ PG എവിടെ. എല്ലാ നമ്മുടെ കുട്ടികളോടും പറയണം, നീ PG കഴിയാതെ വിദ്യാഭ്യാസം നിർത്തരുത് എന്ന്. ഞാൻ എൻ്റെ മക്കളോടൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. PG കഴിയാതെ ഒരാളും പഠനം നിർത്തരുത്. എന്താ PGയുടെ പ്രത്യേകത? PG ചെയ്തിട്ട് വലിയ സംഭവം ഉണ്ടായിട്ടല്ല. കാരണം +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയും കഴിഞ്ഞിട്ട് PG കഴിയണം. കാരണം PG ബേസായി വരുന്ന കാലം അധിക ദൂരത്തൊന്നുമല്ല. PG എങ്കിലും ആൾക്ക് വേണമെന്ന് പറയുന്ന കാലം ദൂരത്തല്ല. അതുകൊണ്ട് PG വരെയെങ്കിലും പഠിക്കണമെന്ന് നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയണം. എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആകട്ടെ. ഇതിപ്പോൾ ഒരു ലീഗിൻ്റെ പരിപാടിയല്ലേ. KMCCയിൽ എനിക്ക് അത്ഭുതകരമായി തോന്നിയ എല്ലായിടത്തും ഏകദേശം 50-ലേറെ രാജ്യങ്ങളിൽ KMCC ഉണ്ട്. ചിലപ്പോൾ 80 എന്നൊക്കെ പറയാറുണ്ട്. എൻ്റെ അറിവിൽ 50-ലേറെ രാജ്യങ്ങളിലുണ്ട്. USA-യിലുണ്ട്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയയിലുണ്ട്, UK-യിൽ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ ജർമ്മനിയിലുണ്ട്. ഞാൻ പലയിടത്തും പരിപാടിക്ക് പോയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു KMCC എന്ന് ഞാൻ മനസ്സിൽ കണ്ടത് അത് ഓസ്ട്രേലിയയിലെ KMCC-യാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയെന്നത് കൊണ്ടല്ല, അതിലെ ഓരോ മെമ്പേഴ്സും MBA കഴിഞ്ഞ കുട്ടികളാണ്. അതിലോരോ മെമ്പേഴ്സും ന്യൂജൻ മക്കളാണ്. കാരണം PG കഴിയാത്ത ഒരു മെമ്പർ പോലും KMCC-യുടെ നേതൃത്വത്തിലില്ല. അതുകൊണ്ട് ആ എഡ്യൂക്കേഷൻ്റെ ഭാവം അവർ കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ US-ലും അങ്ങനെ ആയിരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരോട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ കുട്ടികളെ ഉയർത്തിക്കൊണ്ടു പോകണം. പക്ഷേ മൂല്യം നഷ്ടപ്പെടരുത്. നമ്മളിപ്പോൾ മദ്രസ സിസ്റ്റങ്ങൾ ചില കോൺഫ്ലിക്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുമ്പോഴും നമ്മുടെ വാല്യൂസിനെ ഒരിക്കലും നമ്മൾ തകർത്തെറിയരുത്. നമ്മുടെ മക്കൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊക്കെ ചെയ്തതുപോലെ വെറും ഫിസിക്കലായിട്ടുള്ള തടി കൊണ്ടുള്ള ജോലിയിൽ നിന്ന് മാറ്റം വരുത്തണം. അതിനാ വിദ്യാഭ്യാസം വേണമെന്ന് പറഞ്ഞു. വിദ്യാഭ്യാസത്തിൻ്റെ കൂട്ടത്തിൽ ധാരാളം കഴിവുകൾ അവരെ ആഡ് ചെയ്ത് കൊടുക്കണം. ലാംഗ്വേജിൻ്റെ കുറവാണോ ഉള്ളത്? നിങ്ങൾ മൊബൈലിലേക്ക് കയറിക്കോ. മൊബൈലിലേക്ക് കയറിയിട്ട് AI-നെ ഡിപ്പെൻഡ് ചെയ്തോ. AI-നെ ഡിപ്പെൻഡ് ചെയ്താൽ 2-3 മാസം കൊണ്ട് ഫാന്റാസ്റ്റിക് ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ അതിൽ ഫേക്ക് ഏത് നല്ലത് ഏത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇംഗ്ലീഷ് വിത്ത് ടിഫാനി നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ടിഫാനിയോടൊപ്പമുള്ള ഇംഗ്ലീഷ് അങ്ങനെ മനോഹരമായിട്ട് അത് പഠിപ്പിക്കുക. അല്ലെങ്കിൽ ലോകത്തിലെ പ്രശസ്തരായ പ്രഭാഷണങ്ങൾ ഓരോ 5 മിനിറ്റ് കേൾക്കുക. എന്നിട്ട് അതിമനോഹരമായിട്ട് അതേപോലെ ഇംഗ്ലീഷിൽ തന്നെ പറയാൻ റൂം അടച്ചുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക. ഫറൂഖ് കോളേജിൽ 5-10 പെൺകുട്ടികൾ എന്നെ വിളിച്ചിരുന്നു കൊറോണ സമയത്ത്. ഞാൻ ആ കുട്ടികളോട് പറഞ്ഞു, ലോകത്തിൽ അതിമനോഹരമായി സൈക്കോളജിയും ദീനും എല്ലാം കൂടി ചേർത്ത് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്.
ഒരു സ്ത്രീയുണ്ട്, അവർ അമേരിക്കക്കാരിയാണ്. യാസ്മിൻ മുഗാഹദ് എന്നാണ് അവളുടെ പേര്. മുസ്ലിമായ നല്ലൊരു പെൺകുട്ടിയാണ്. സൈക്കോളജി പറയും, ദീന് പറയും, ഖുർആൻ ക്ലാസ് എടുക്കും. അതും അമേരിക്കയിലെ 10,000-കണക്കിന് ആളുകൾക്ക് അവരുടെ സ്പീച്ച് കേൾക്കാം എന്ന് പറഞ്ഞ് ഞാനത് പറഞ്ഞു കൊടുത്തു. ആ കുട്ടികൾ അങ്ങനെ ചെയ്ത് കുറേ നാളുകൾക്ക് ശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സാർ നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ട്, കാരണം ഞങ്ങളത് കേട്ട് കേട്ടപ്പോൾ ഞങ്ങളുടെ ആക്സെൻറ്റും അങ്ങനായി മാറിയിരിക്കുകയാണ്. ഇതിനും ഉപയോഗിക്കേണ്ടത് ഈ മൊബൈലാണ്. കൊറോണ സമയത്ത് 300 കോഴ്സ്, അതും ടെക്സസിൻ്റെ, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയുടെ, ഈ പറയുന്ന കാംബ്രിഡ്ജിൻ്റെ, ഓക്സ്ഫോർഡിൻ്റെ, ഈ പറയുന്ന എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഷോർട്ട് ടേം കോഴ്സ് 2 ദിവസത്തെ, 7 ദിവസത്തെ, 10 ദിവസത്തെ 300 കോഴ്സ് ചെയ്തിട്ടുള്ള കുട്ടി പത്രത്തിൽ വന്നിട്ടുണ്ടാവും. അതും നിങ്ങളുടെ ഈ കോഴിക്കോട് ജില്ലയിലാണ്. 300 കോഴ്സ് ആ കുട്ടി ചെയ്തത്. എന്തേ നമുക്കതിന് സാധിക്കൂലേ? അങ്ങനെ കുട്ടികൾക്ക് ഈ മൊബൈൽ ഉപയോഗിച്ചിട്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള ലോകം തീർത്തു കൊടുക്കണം. ഈ ലൈബ്രറി ഓപ്പൺ ആക്കി കൊടുക്കണം. ഈ ലൈബ്രറി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ചില ആൾക്കാരിത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പം ഈ ലൈബ്രറിയിലേക്ക് കയറിക്കഴിഞ്ഞാൽ ലോകത്തിലെ എല്ലാ ലിറ്ററേച്ചറും, എല്ലാ ഭാഗങ്ങളും, എല്ലാ റെഫറൻസസും നമുക്ക് ഈ ലൈബ്രറിയിലൂടെ കരസ്ഥമാക്കാം. ഇനി നിങ്ങൾക്കതിന് സാധിക്കുന്നില്ല, ഞാൻ എല്ലാവരുടെയും ഇതിനിങ്ങനെ പ്രൊമോട്ട് ചെയ്യല്ല, നിങ്ങൾക്ക് കേട്ടിട്ടാണ് അത് തീർക്കണമെങ്കിൽ ഇപ്പോൾ കുക്കു FM പോലെയുള്ളത് ഇത് മലയാളത്തിൽ അവതരിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അങ്ങനെ കുട്ടികളെ അങ്ങനെ ഒരു ലോകത്തിലേക്ക് തീർക്കണം. വിദ്യാഭ്യാസപരമായി എൻ്റെ ഈ പ്രദേശത്തെ എൻ്റെ പ്രിയപ്പെട്ട കണ്ടോത്തുകുനിയിലെ മുഴുവൻ രക്ഷിതാക്കളോട് ഞാൻ പറയാണ്, അങ്ങനെ മനുഷ്യൻ്റെ ജീവൻ എൻ്റെ കരങ്ങളിലല്ല. ഞാൻ കേവലം ഒരു ഡോക്ടർ മാത്രമാണ്. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. പക്ഷേ പടച്ചോനെ, നിന്റെ കയ്യിലാണ് ജീവനെന്ന് അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഓപ്പറേഷൻ ചെയ്യുന്ന ആ സമയത്തെങ്കിലും ആ ബ്ലേഡ് ഇങ്ങനെ അനസ്തേഷ്യ കിടത്തിക്കിടക്കുന്ന ആ രോഗിയുടെ മുകളിലൂടെ ഓപ്പറേഷന്റെ ബ്ലേഡ് പായിപ്പിക്കുമ്പോൾ അതിനു മുമ്പേ ആകാശത്തിന്റെ തമ്പുരാനെ നോക്കി അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന് പ്രാർത്ഥിക്കുന്ന ഡോക്ടർമാരുണ്ടാകട്ടെ. അറബിയെ പ്രാർത്ഥിക്കുമ്പോഴാർക്കും കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ആളുകൾക്ക് പ്രയാസങ്ങൾ വരുത്തുന്ന അല്ലാഹുവേ, അല്ലെങ്കിൽ അതിനെ എത്തിച്ചിട്ടുള്ള അല്ലാഹുവേ, അതിനെ മാറ്റുന്ന അല്ലാഹുവേ, വശ്ഫി നീ ശിഫയാക്ക്, ലാ ശിഫാ ഒരു ശിഫയുമില്ല ഇല്ലാ ശിഫാഉക് നിന്റെ ശിഫയല്ലാതെ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ഡോക്ടറാക്കി നമ്മുടെ മക്കളെ വളർത്തു. ഒരു എഞ്ചിനീയറായി മാറുമ്പോൾ പാവപ്പെട്ടവർക്ക് പ്ലാൻ വരച്ചു കൊടുക്കുമ്പോൾ ഒരു നയാ പൈസ പോലും വാങ്ങിക്കാതെ സമ്പന്നന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന 10,000 രൂപ മാറ്റിവെച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ആർക്കിടെക്റ്റാക്കി നമ്മുടെ മക്കളെ വളർത്തു. ജില്ലാ കലക്ടറായി നമ്മളെ മക്കൾ മാറുമ്പോൾ പാവപ്പെട്ടവന്റെ സിഗ്നേച്ചർ ആദ്യം ഇട്ട് കൊടുക്കുന്ന ജില്ലാ കലക്ടറാക്കി. മോനെ, ആര് വിളിച്ചു പറഞ്ഞാലും പാവങ്ങളെ നീ മറക്കരുത്. കലക്ട്രേറ്റിൽ നീ ഇരുന്ന് ഒപ്പിടുന്ന സമയത്ത് തൂണ് ചാരിയിട്ടൊരു പാവം നിൽക്കുന്നുണ്ടാകും. MLA യോ MP യോ വിളിച്ചു പറയാനില്ലാത്ത ഒരു പാവം. ആ പാവത്തിന് നീ ആദ്യം ഗൗനിക്കണേ എന്ന് നമ്മുടെ മക്കളോട് പറയുന്ന, ഡിസ്ട്രിക്ട് കലക്ടറായ നമ്മുടെ മക്കളെ ഉപദേശിക്കുന്ന ഉമ്മമാരായി നമ്മൾ മാറണമെന്നതാണ്. ഇങ്ങനെ മക്കളെ വളർത്താൻ നമുക്ക് പറ്റണം. ആ ഒരു വാല്യൂസിലൂടെ വളർത്താൻ പറ്റണം. കുട്ടികൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എന്താ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ? നമ്മുടെ നാട്ടിലേക്കൊക്കെ അത് കുറഞ്ഞേ വരികയാണ്. എല്ലാറ്റിനും ഞാനതിനെങ്ങനെ ആ പേര് പറഞ്ഞ് വിമർശിക്കുന്നില്ല. കല്യാണങ്ങൾ തന്നെ വ്യത്യസ്തമായ രീതി. അത് കാസർഗോഡ് തുടങ്ങും, കണ്ണൂരിലേക്ക് അലയടിക്കും, അതിൻ്റെ ബാക്കി പിന്നെ ഈ ഭാഗത്ത് അങ്ങോട്ട് കസറും. എല്ലായിടത്തും ഇപ്പോൾ അതായി തുടങ്ങിയിട്ട് അതിന് മഞ്ഞ കല്യാണമെന്നോ പച്ചക്കല്യാണമെന്നോ എന്ത് കല്യാണമെന്ന് നിങ്ങൾ വിളിച്ചാലും വ്യത്യസ്തമായ രീതി. നിങ്ങൾ ആളുകളെ വിളിച്ചോ, ഭക്ഷണം കൊടുത്തോ, ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടത്തിക്കോ. പക്ഷേ എന്തിനാണ് ജീവിതം? ഞാൻ ഈ പറയുന്നത് നിങ്ങൾ പ്രസ്താവ്യം പോലെ ഏറ്റെടുത്തോളൂ. ഞാൻ വലിയ പ്രസ്താവനക്കാരനൊന്നുമല്ല, പക്ഷേ ഇതൊരു പ്രസ്താവ്യമായി ഏറ്റെടുത്തോളൂ. ജീവിതം വളരെ എളുപ്പമാണ്. പക്ഷേ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ തിടുക്കം കിട്ടുമ്പോൾ അത് വളരെ പ്രയാസമേറിയതാണ്. ഒന്നും കൂടി പറയാം, ജീവിതം വളരെ എളുപ്പമാണ്. പക്ഷെ അത് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ വേണ്ടി നമ്മൾ തിടുക്കം കൂട്ടുമ്പോൾ ആ ജീവിതം നമുക്ക് ഭാരമേറിയതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കല്ലേ. അതിസമ്പന്നനായ ആള് ഒരു പക്ഷേ വലിയ വീട് വെച്ചെന്നിരിക്കാം. അത് അയാളെ സംബന്ധിച്ചിടത്തോളം ചെറിയ വീടാണ്. ഞാനിപ്പോഴും ഓർക്കുന്നു, മലബാറിൽ ഏറ്റവും പ്രശസ്തനായ ഒരു സമ്പന്നൻ മുസ്ലിം ലീഗിൻ്റെ ഒരു MP ആയിട്ടൊക്കെ ഉള്ള ആളായിരുന്നു. ഇപ്പോഴുമാണ് രാജ്യസഭയിൽ. ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞാൽ വഹാബുക്കൻ്റെ വീട് 3 കോടി രൂപക്കന്ന് വീട് വെച്ചു എന്നൊക്കെ ഒരു തർക്കമുണ്ടായിരുന്നു. 3 കോടി രൂപയുടെ വീട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതിയോഗികൾ വളരെ ശക്തമായി അതിനെതിരെ പറഞ്ഞു. 3 കോടി രൂപക്ക് വീടോ എന്ന്. കുറേ വർഷം മുമ്പാണ്. അതിൽ അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട്. ആ മറുപടി നമുക്കെല്ലാവർക്കും കൂടി ഉള്ളതാണ്. അദ്ദേഹം അഹങ്കാരം കൊണ്ട് പറഞ്ഞതല്ല, രാഷ്ട്രീയ പ്രതിയോഗികൾക്കൊരു മറുപടി കൊടുക്കണമല്ലോ.
അദ്ദേഹം പറഞ്ഞ മറുപടി, സർക്കാരിൻ്റെ കണക്കനുസരിച്ച് എൻ്റെ കയ്യിൽ 300 കോടിയുണ്ട്. കേരളത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ഞാൻ വെക്കേണ്ടത് 600 കോടിയാണ്. 600 കോടിൻ്റെ വീടാണ്. കാരണം കേരളത്തിൻ്റെ സംസ്കാരം 10 ലക്ഷം ഉള്ളവന് 20 ലക്ഷത്തിൻ്റെ വീട് വെക്കലാണ്, 1 കോടിയുള്ള 2 കോടിൻ്റെ വീട് വെക്കലാണ്. അങ്ങനെ ഞാൻ വെക്കുകയാണെങ്കിൽ വെക്കേണ്ടത് 600 കോടിയുടേതാണ്. ഞാൻ ഒരു മുസ്ലിമാൻ എന്ന അർത്ഥത്തിൽ, ഒരു മുസൽമാൻ എന്ന അർത്ഥത്തിൽ ഒരു വർഷത്തിൽ 300 കോടിക്ക് ടാക്സ് കൊടുക്കേണ്ടത് 7.5 കോടിയാണ്. ടാക്സിന്റെ പകുതി പോലുമായി സക്കാത്ത് കൊടുക്കേണ്ടത്, ടാക്സ് അല്ല സക്കാത്ത് കൊടുക്കേണ്ടത് ഈ പറയുന്ന 7.5 കോടിയാണ്. 7.5 കോടിയുടെ പകുതി എന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം 3.25 കോടിയാണ്. ഞാൻ അതിലും കുറച്ചാണ് വീട് വെച്ചിട്ടുള്ളത്. ഇനി എൻ്റെ പ്രതിയോഗി പറയേണ്ടത്, ലോകത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആരെങ്കിലും 100% കൊണ്ട് വീട് വെച്ചവരുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണം എന്നാണ്. അതുകൊണ്ട് വഹാബ് കയെ പോലുള്ള ആൾക്കാർ 3 കോടിയുടെ വീട് വെക്കുന്നു എന്നതുകൊണ്ട് 30 ലക്ഷത്തിന് പോലും വകയില്ലാത്ത നമ്മൾ പോയിട്ട് 3 കോടിയുടെ രൂപ വെക്കേണ്ടതില്ല. ആ വീട് ചെറുത് ആർക്ക്? നമ്മുടെ സാമ്പത്തിക സുസ്ഥിതിക്ക് അനുസരിച്ച്. ഞാൻ പറഞ്ഞു മനസ്സിലായോ? അംബാനി എന്ന് പറയുന്ന ആള് മകളെ കെട്ടിച്ചപ്പോൾ 3000 കോടിയായി എന്നത് അയാളുടെ ചെറിയ സംഖ്യയാണ്. അയാളുടെ കയ്യിൽ 4 ലക്ഷം കോടി ഉണ്ടായിട്ട് അതിന് 3000 കോടി ഇറക്കിയിട്ടുള്ളൂ. നമ്മുടെ മകളുടെ കല്യാണം കഴിയുമ്പോഴേക്കും നമുക്ക് 1 കോടി രൂപ കട. കാരണം എന്തുകൊണ്ടാണ്? നമ്മളടുത്ത് അതിൻ്റെ ഒന്നുമില്ല കയ്യിൽ. ഇങ്ങനെ ആളുകളെ കണ്ട് അനുവർത്തിക്കലല്ല, നമുക്കൊരു ബജറ്റ് ഉണ്ടാകണം. ജീവിതത്തിനൊരു ബജറ്റ്. അതെന്താ ബജറ്റ്? നമ്മുടെ ഭർത്താവിൻ്റെ വരുമാനം എത്ര? ഭർത്താവ് ജോലിക്കാരനാണോ? ഒരു നല്ല ടാക്ടിക്സ് ഉള്ള പെൺകുട്ടി എന്താ ചെയ്യേണ്ടത്? അവൾ നല്ല എക്കണോമിക്സിലോ അക്കൗണ്ടൻസിലോ ഒക്കെ നല്ല കഴിവുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന മാസത്തിൽ 50,000 രൂപ വരുമാനത്തിൽ അതിൽ നിങ്ങൾ 30,000 ഇങ്ങോട്ട് അയച്ചോളൂ, 10,000 നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിന് എടുത്തോളൂ, 10,000 നിങ്ങൾ മറ്റെവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തോളൂ എന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരെ പെൺകുട്ടികൾ. അങ്ങനെ ലോകത്തിൽ സഹിഹായ ഹലാലായ രീതിയിൽ അയാൾ വേറെ ഇൻവെസ്റ്റ് ചെയ്യട്ടെ. എന്നും ഈ ജോലി മുന്നോട്ട് പോകാൻ പറ്റുമോ? അയാൾക്കൊരു ബാക്ക് പെയിൻ വന്നാൽ ഈ ജോലി അവസാനിക്കൂലേ? അതുകൊണ്ട് അയാളുടെ ദൗത്യമാണ് വേറെ സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ഞാൻ എപ്പോഴും സൂചിപ്പിക്കാറുണ്ട്, പത്തനംതിട്ട കോട്ടയത്തൊക്കെയുള്ള നമ്മുടെ ഈ ക്രിസ്ത്യൻ സഹോദരിമാർ, അവർ ഈ ഭർത്താക്കന്മാരെ അയച്ചു കൊടുക്കുന്ന പൈസയിൽ നിന്ന് മിച്ചം വെച്ചിട്ട് കുറിക്ക് ചേരും. ആ കുറി 1 കൊല്ലം കഴിയുമ്പോഴേക്ക് അവർക്ക് 5 ലക്ഷമായിട്ട് അടിക്കും. അങ്ങനെ ആ 5 ലക്ഷം രൂപയ്ക്ക് എന്താക്കും? ഒരു ചെറിയ പറമ്പ് പോയിട്ട് വാങ്ങും. ആ പറമ്പ് 2 കൊല്ലം കഴിഞ്ഞിട്ട് വെക്കുമ്പോൾ 15 ലക്ഷം ഉറുപ്പിയായിട്ട് ഉണ്ടാവും. കേരളത്തിൻ്റെ കൾച്ചർ അങ്ങനെയാണല്ലോ. അങ്ങനെ ഇയാൾ 20 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും ഇയാളറിയാത്തൊരു 1.5 കോടി അങ്ങോട്ട് കൊടുക്കും. കാരണം എന്താണെന്നറിയോ? ഇവളിങ്ങനെ മിച്ചം വെച്ചുണ്ടാക്കിയതാ. നമ്മുടെ മലബാറിൽ ഈ പ്രദേശത്തൊക്കെയുള്ള, ഞാൻ ഈ പ്രദേശത്തിനെ കളിയാക്കല്ല, എൻ്റെ പ്രദേശം ഈ പ്രദേശമൊക്കെ ഭർത്താവ് ഗൾഫിൽ നിന്ന് വരുമ്പോഴേക്കും ഇവിടെ 1 കോടി ഉറുപ്പിക കട നമ്മൾ വേറെ ആക്കിയിട്ടുണ്ടാവും. അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്നതിന് പകരം നമ്മൾ കടാക്കിയിട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാ? ഭക്ഷണം കഴിച്ചിട്ടല്ല നമുക്ക് ഈ കടം, മാമൂലുകൾ നടത്തിയിട്ടാണ്. മാമൂലുകൾ. നമ്മുടെ ഏട്ടത്തിൻ്റെ വീട്ടിലൊരു കല്യാണം നടന്നു, അതേപോലെ കല്യാണം ഇവിടെ നടത്തണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ച് അങ്ങനെ പോവാണ്. എന്നോടൊരു ടെക്സ്റ്റൈൽസിൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല, അവിടെ ട്രെയിനിങ്ങിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, സത്യസന്ധമായിരിക്കണം കച്ചവടം. നിങ്ങൾ 2000 രൂപക്ക് എടുത്തിട്ടുള്ള സാധനം 1000 രൂപ നിങ്ങൾ കൂടുതൽ വിട്ടോ, അതിൽ കൂടുതലാക്കിയിട്ട് നിങ്ങൾ വിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുത്ത് പോരുമ്പോൾ അതിൻ്റെ മുതലാളിനോട് പറയാണ്, സാറേ ഇവിടുത്തെ പെണ്ണുങ്ങളെ കഥ കേൾക്കണോ നിങ്ങൾക്ക് എന്ന്. ഞങ്ങളോടും കൂടിയാണ് പറഞ്ഞത്. എന്നിട്ട് പറയാണ്, ഞങ്ങൾ 3500 രൂപ വിലയിട്ടിട്ട് നല്ല കാഞ്ചീപുരം സാരി ഞങ്ങൾക്ക് കിട്ടിയപ്പോൾ അങ്ങനെ വിലയിട്ട് 3500 ഒരു മനുഷ്യന് വേണ്ട. അങ്ങനെ ഞാൻ വെറുതെ എൻ്റെ സ്റ്റാഫിനോട് പറഞ്ഞു, അതിൻ്റെ പുറത്തൊരു ഒന്നും കൂടി ഇട്ടാലേ. അപ്പോൾ 13,500 അപ്പോൾ നല്ല ചിലവും. എന്ത് ക്വാളിറ്റി നോക്കാനാണ് നിങ്ങൾക്കറിയാം? വില നോക്കിയിട്ട് ഇങ്ങനെ എടുക്കുക. നമ്മൾ ക്ലോത്ത് ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് എടുക്കുകയാണ്. കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ വരുന്ന സാരിയാണ്. ഞാൻ ടെക്സ്റ്റൈൽസുകാരെ എതിർത്ത് പറയല്ല. 3,500 13,500 ആക്കുമ്പോൾ നിങ്ങൾ വാങ്ങും. കാരണം നമുക്ക് ആവശ്യം പൈസ കൂടിയ സാധനം. അതിൽ നിന്ന് മാറി ചിന്തിക്കൂ. എല്ലാ ദിവസവും ഒരേ ഡ്രസ്സ് ഇട്ട് നടക്കുന്ന ആളുകളെയാണ് കൂടുതൽ ആൾക്കാർക്ക് സിംപ്ലിസിറ്റി ആയിട്ട് തോന്നുന്നത്. നമ്മളിത് മഞ്ഞ കല്യാണത്തിന് ഒരു മഞ്ഞക്കുപ്പായം, അത് കഴിഞ്ഞാൽ ചുവന്ന കല്യാണത്തിന് ഒരു ചുവപ്പുപ്പായം. ഇത് ഈ കണ്ട കുടുംബത്തിലെ കസിൻ ബ്രദേഴ്സിനും കസിൻ സിസ്റ്റേഴ്സിനൊക്കെ എടുത്തു വരുമ്പോഴത്തേനും 4 കല്യാണത്തിൻ്റെ പൈസ അവിടെ തന്നെ ആവും. ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ആ കസിൻ ബ്രദേഴ്സ് കസിൻ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 10-50 ആൾക്കാരുണ്ടാവും. ആ 50 ആൾക്കാർക്കും 50 ഡ്രസ്സ്, അതും ഒരു കല്യാണത്തിന് 3 ഡ്രസ്സ്. അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ അതിന് വേണ്ടിയിട്ട് ചിലവാക്കുക. ഞാൻ എവിടെയോ ഒരു ഷെയർ ഹോൾഡറുടെ ഇത് പറയാറുണ്ട്. അയാളുടെ യൂട്യൂബിൽ നല്ല രസകരമായിട്ട് അതിൻ്റെ തിസീസൊക്കെ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, 22-24 വർഷം മുമ്പ്, വർഷം നോർമൽ 20ൻ്റെ കൂടുതലാണ്, 22 വർഷം മുമ്പ് നമുക്ക് എടുക്കാം. 22 വർഷം മുമ്പ് അഥവാ ബുള്ളറ്റിൻ്റെ ഷെയർ വാല്യൂ 2 രൂപയായിരുന്നു. ബുള്ളറ്റ് കമ്പനിയിലെ എംഫീൽഡ് ബുള്ളറ്റിൻ്റെ. അന്ന് അയാൾ 60,000 രൂപ കൊടുത്തിട്ട് ഒരു ബൈക്ക് വാങ്ങിയ ഒരു സുഹൃത്ത്. 60,000 റുപ്യാണ് അന്നത്തെ വില.
അന്ന് 60,000 രൂപയ്ക്ക് ബൈക്ക് വാങ്ങാതെ ആ ഷെയറിലിട്ടു വേറൊരാൾ, ഒരു സുഹൃത്ത്. അപ്പം 30,000 ഷെയർ കിട്ടി. ഇന്ന് എൻഫീൽഡ് ബുള്ളറ്റിന്റെ 30,000 ഷെയറിന്റെ വാല്യൂ അന്ന് സംസാരിക്കുന്ന സമയത്തെ വാല്യൂ 14 കോടിയിലപ്പുറമാണ്. എന്ന് പറഞ്ഞാൽ 22 വർഷം മുമ്പ് ബൈക്ക് എടുക്കുന്ന പൈസക്ക് ഞാൻ ഷെയർ എടുക്കാൻ വേണ്ടി പറയില്ല കേട്ടോ, അത് ഹലാലായ രീതിയിൽ നിങ്ങൾ എങ്ങനെ എടുക്കാതിരിക്കുകയൊക്കെ ചെയ്തോ. യാതൊരു രീതിയിലുള്ള വരുമാനവുമില്ലാതെ ഈ പോക്കുവയൽ എങ്ങനെ ഉണ്ടാവും? നമ്മളിവിടുത്തെ നാദാപുരം ഈ ഭാഗത്തേക്കുള്ള ഗൾഫിലുള്ള സഹോദരന്മാർ ഞാൻ കൂടുതൽ കണ്ടിട്ടുള്ളത്, ഡ്രൈവർമാരെ ചോദിച്ചാൽ പറയും ഞാൻ പെഷാവറിലാണ്, പാകിസ്ഥാനിലെ പെഷാവർ. ചായക്കടയിൽ കയറി ചോദിച്ചാൽ പറയും നാദാപുരത്താണ്. ഇത്രമാത്രം UAE ചായക്കട ഉള്ളത് ഈ നാദാപുരത്തേക്കല്ലാതെ വേറെ ആരും ഞാൻ കണ്ടിട്ടില്ല. ഈ ഷോപ്പർ റോഡ് വന്നാൽ മാറും. അവിടെ ഇപ്പം ഇങ്ങനെ പണ്ട് തന്നെ 10 വർഷം കൂടുമ്പോൾ മാറുമ്പോൾ വർഷത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് വന്നാൽ മാറും. മാറാതിരിക്കട്ടെ, നിങ്ങളുടെ കച്ചവടം എന്നുണ്ടാവട്ടെ. ഈ വരുമാനം എന്നും ഉണ്ടാകും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പം മൾട്ടി ലെവലിലുള്ള എന്ത് വേണം? നമുക്ക് വരുമാനങ്ങൾ വേണം. ആ മൾട്ടി ലെവലിൽ വരുമാനം വേണമെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് കണിയണമെന്ന് ഞാൻ പറയാം. നിങ്ങൾ പുറത്തു പോയിട്ട് വലിയ ജോലി ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ജോലി ഇല്ലാത്തവർ പോണ്ട, വീട്ടിലല്ല സ്വസ്ഥത ഉണ്ടെങ്കിൽ. പക്ഷേ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ജോലിയുണ്ടല്ലോ, നമ്മുടെ പ്രഷറും ഒന്ന് കുറയും. കാരണം ഈ വീട്ടിലെ ജോലിയൊക്കെ ചെയ്യണ കൂട്ടത്തിൽ 2 മണിക്കൂർ 3 മണിക്കൂർ നിങ്ങൾ കമ്പനിയും കാണൂല, കമ്പനിന്റെ ആൾക്കാർ നിങ്ങളെയും കാണൂല. ജസ്റ്റ് ഡാറ്റ എൻട്രിങ് ഒക്കെ ചെയ്യാലോ. പാവപ്പെട്ട സ്ത്രീകളുണ്ടോ? നിങ്ങളത് അതിലുള്ള ആർഭാടപരമായ കാര്യം നടക്കുമ്പോ നിങ്ങളത് ടോപ്പ് കല്യാണം ഉണ്ടോ? 3000 കോടി രൂപ ചെലവാക്കിയിട്ട് അംബാനി കെട്ടിച്ചത് അയാളുടെ അടുത്ത് 4 ലക്ഷം 6 ലക്ഷം കോടി ഉണ്ടായത് കൊണ്ടാണ്. അയാൾക്ക് 5000 കോടി 3000 കോടി എന്ന് പറഞ്ഞാൽ നമുക്കാകെ 1 ലക്ഷം എന്ന് പറഞ്ഞ പോലെയാണ്. അത് കണ്ടിട്ട് ആ കല്യാണത്തെ കണ്ടിട്ട് നമ്മൾ കല്യാണം കഴിക്കേണ്ട കാര്യമില്ല. നമുക്ക് നമ്മുടേതായ രീതി. എന്നാൽ വലിയ സമ്പന്നരായ ആളുകളുടെ കല്യാണങ്ങളുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കല്യാണങ്ങൾ. ആ കല്യാണത്തിൽ ചിലപ്പോൾ ആ പെൺകുട്ടി ഒരു ആഭരണം പോലും ഇട്ടിട്ടുണ്ടാവില്ല. ഞാൻ ആളെങ്ങനെ പറയുന്നില്ല, ഞങ്ങളെ മലബാറിലുള്ള നിങ്ങളൊക്കെ അറിയുന്ന ഷെയ്ഖ് മുഹമ്മദിന്റെ പാലസിനൊക്കെ വലിയ രീതിയിൽ അവിടെയൊക്കെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യന്റെ പെണ്ണിങ്ങനെ ഇറങ്ങുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മോളെ പോലെയാണ് അവള്. എന്നിട്ട് പറഞ്ഞു, എന്നെ നോക്കിയാ സാറേ നിങ്ങൾ പ്രസംഗത്തിൽ പറയണട്ടോ എന്ന് പറഞ്ഞിട്ട് പറയാം, പക്ഷെ വ്യക്തിന്റെ പേര് പറയണ്ടെന്ന് പറഞ്ഞു. ഒരൊറ്റ ആഭരണം പോലും അവൾ ഇട്ടിട്ടില്ല. അയാൾക്ക് വേണമെങ്കിൽ ജ്വല്ലറി എന്നാകെ ഈ പെൺകുട്ടിക്ക് കൊടുക്കാം. കോടികൾ ആസ്തിയുള്ള, കോടികൾ മാസത്തിൽ വരുമാനമുള്ള ആളാണ്. ഒരു തുരുമ്പ് സ്വർണം പോലും ഇട്ടില്ല. അപ്പൊ കരുത്തിലൊരു നെക്ലേസ് ഉണ്ട്, ഒരു മുത്തിങ്ങനെ തൂങ്ങുന്നുണ്ട്, ഒരു തിളങ്ങുന്ന. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് മാത്രം അവൾ ഇട്ടിട്ടുള്ളത്, ഇത് ഷെയ്ഖ് കൊടുത്തതാണ് എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് മുഹമ്മദിന്റെ ദുബായ് ഷെയ്ഖിന്റെ ഭാര്യ കൊടുത്തതാണ് സമ്മാനമായിട്ട്. അതുകൊണ്ട് അത് ഇടാതപ്പോൾ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കേട്ടപ്പോൾ ഒരാൾ എന്നോട് തന്നെ അതിനെന്നെ ചിലപ്പോൾ 2 കോടിയൊക്കെ വില ഉണ്ടാവും. അതല്ലല്ലോ ഇവിടെ കാര്യം. ഇത്രയും ഉണ്ടായിട്ടും ഞാൻ വേണോ വേണ്ടെന്നുള്ളതല്ല, ആർഭാടപൂർവ്വം കഴിക്കലൊന്നുമല്ല ഇതിന്റെ പ്രാധാന്യം. പകരം നമുക്കൊരു ഫിനാൻഷ്യൽ അച്ചടക്കം വേണം. ഫിനാൻഷ്യലി നമ്മൾ അച്ചടക്കം വേണം. ആ ഫിനാൻഷ്യലി അച്ചടക്കത്തിന്റെ ഭാഗമായിട്ട് അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. രണ്ടാമത്തെ, നമ്മുടെ കുട്ടികൾക്ക് അത്യപൂർവമായ രീതിയിൽ കിട്ടുന്ന വിദ്യാഭ്യാസം വേണം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ പുറത്തേക്ക് പോകാൻ പൂതിയാണ്. ലണ്ടനിൽ പോയി പഠിക്കാൻ, ഓസ്ട്രേലിയയിൽ പോയി പഠിക്കാൻ, ജർമ്മനിയിൽ പോയി പഠിക്കാൻ ഇപ്പൊ അതിൻ്റെ ഒരു തരംഗമാണ്. ഞാൻ കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ട് വിദേശ യൂണിവേഴ്സിറ്റിയെ കുറിച്ചിട്ടുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ അടിസ്ഥാനപരമായി ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ പുറത്തേക്ക് പഠിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ അവിടുത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കോ, ബ്രിക്സ് യൂണിവേഴ്സിറ്റിയിലേക്കോ, റസൽസ് യൂണിവേഴ്സിറ്റിയിലേക്കോ പോകാൻ പാടുള്ളൂ. അല്ലാതെ ഏതെങ്കിലും പ്രൈവറ്റ് സെക്ടറിലുള്ള ഏതെങ്കിലും ഒരു സെന്ററിലേക്ക് നിങ്ങൾ എത്തരുത്. നിങ്ങളുടെ സർട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല. വെറുതെ കുറെ ലോൺ എടുത്ത് ആളുകൾക്ക്, ഏജൻസിക്ക് കുറെ പൈസയും കൊടുത്ത് അങ്ങനെ പോകേണ്ടതല്ല വിദേശ വിദ്യാഭ്യാസം. ഏജൻസികൾക്ക് പൈസ കൊടുത്തിട്ട് നിങ്ങൾ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ എത്തുന്നുണ്ടെങ്കിൽ പോയിക്കോ. അതുകൊണ്ട് റെപ്യൂട്ടഡ് ആയ ക്യാമ്പസിൽ നിങ്ങൾ എത്തണം. പുറത്തേക്ക് പോവുകയാണെങ്കിൽ സർട്ടിഫിക്കേഷൻ പൂർത്തിയാക്കണം. വിദേശത്ത് പഠിച്ചു പോയി വരുന്ന പല ആൾക്കാരോടും സർട്ടിഫിക്കറ്റ് ചോദിക്കുമ്പോൾ കയ്യിലില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പഠിത്തവും ജോലിയും ഒക്കെ പാടായിട്ട് ആകെ സകലഗുലാബിയാക്കി വന്നിരിക്കുകയാണ്. ജോലി ചെയ്യേണ്ടെന്നല്ല. അപ്പൊ കുട്ടികൾക്കൊരു കൾച്ചർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. സമ്പന്നരായ ആൾക്കാരാണോ, എൻ്റെ കുട്ടി ജോലിക്ക് പോകൂല എന്ന് തീരുമാനിക്കണ്ട. വർക്ക് കൾച്ചർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അഥവാ ജോലി ചെയ്ത് ജീവിച്ച് അങ്ങനെ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നവനാ സക്സസ് ആവുക. നേരെ പോയിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് ഒരു സാധനം അറിയാതെ മുന്നോട്ട് പോകുന്ന അവസ്ഥയുണ്ടാകരുത്. ഗുജറാത്തുകാരെ കണ്ട് പഠിക്കണം നമ്മൾ. ഗുജറാത്തിലെ ആളുകൾ അവരുടെ മക്കളെ അതിമനോഹരമായിട്ട് പഠിപ്പിച്ചിട്ട് ജോലിക്ക് വിട്ട് ജോലിയിൽ ടൈമിങ്ങും ടൈം സ്ട്രാറ്റജിയും മാനേജ്മെന്റും എല്ലാം പഠിപ്പിച്ചിട്ട് സ്വന്തം ബിസിനസ് ഇട്ട് കൊടുക്കൂ. അതുകൊണ്ട് ആ ഒരു കൾച്ചറിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ടുപോകാൻ പറ്റണം. നമ്പർ 3, നമ്മുടെ പെൺകുട്ടികളോട് പ്രത്യേകിച്ചും ഇന്നത്തെ കാലഘട്ടത്തിൽ പെൺകുട്ടികളാണ് കൂടുതൽ ഭാരമായി തോന്നുന്നത്. പഴയ കാലത്ത് സാമ്പത്തിക ഭാരമായിരുന്നെങ്കിൽ ഇന്ന് മാനസിക ഭാരമായി പെൺകുട്ടികൾ മാറിയിരിക്കുന്നു. എൻ്റെ പെൺകുട്ടികൾ എന്നോട് ക്ഷമിക്കണം. കാരണം ക്യാമ്പസുകളിൽ ജീവിക്കുന്ന ഒരാളാണ് ഞാൻ.
ഏറ്റവും കൂടുതൽ പരിപാടിക്ക് പോകുന്ന ഇത്തരം പരിപാടികൾക്കല്ല, ക്യാമ്പസുകളിലേക്കാണ് ഞാൻ പരിപാടിക്ക് പോകാറുള്ളൂ. ക്യാമ്പസിലേക്ക് പരിപാടിക്ക് പോകുമ്പോൾ അവിടുത്തെ മാനേജ്മെന്റും അവിടുത്തെ സ്റ്റാഫുകളും പറയുന്നത് പെൺകുട്ടികളുടെ ഇന്നത്തെ തിമിർത്താടലുകളെ കുറിച്ചാണ്. ഈ സദസ്സിൽ അങ്ങനത്തെ കുട്ടികൾ ഉണ്ടാകില്ല. അഥവാ നമ്മൾ വിചാരിക്കാത്ത രീതിയിലേക്ക് പെൺകുട്ടികൾ ജമ്പ് ചെയ്തിരിക്കുന്നു, ഏതൊക്കെയോ ലോകത്തിലൂടെ സഞ്ചരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട് ദയവ് ചെയ്ത്, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ഒരു റൗണ്ടിൽ നിർത്തിയിട്ട് അങ്ങനെ നിങ്ങൾ പറയല്ലേ എന്നതല്ല. എല്ലാറ്റിനും ഒരു ഓർഡർ ഉണ്ട്, എല്ലാറ്റിനും ഒരു ക്രൊണോളജിക്കൽ ഓർഡർ ഉണ്ട്. അതല്ലാതെ നമുക്ക് എങ്ങനെയാ പോകാൻ പറ്റുക? എൻ്റെ പെൺകുട്ടികൾ പറ, നമ്മൾ ഫാമിലിയെ ബ്രേക്ക് ചെയ്യണം, സിസ്റ്റത്തെ ബ്രേക്ക് ചെയ്യണം, സൊസൈറ്റിയെ ബ്രേക്ക് ചെയ്യണം. ഇതാണ് നിങ്ങൾക്ക് എത്തീസ്റ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്യങ്ങൾ അല്ലേ? അതല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൂടുതലും? എന്നിട്ട് സൊസൈറ്റിയെ ബ്രേക്ക് ചെയ്യണം എന്ന് പറയണം. അങ്ങനെ സോഷ്യൽ കോൺസെപ്റ്റ് വേണ്ട. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? പറയാൻ എനിക്ക് മടിയുണ്ട്, പക്ഷെ അയാൾ പറഞ്ഞത് കൊണ്ട് പറഞ്ഞോട്ടെ. സ്വന്തം അമ്മക്ക് തോന്നുകയാണ് ഒരു മകനോട് എന്തെങ്കിലുമൊക്കെ ആകാമെന്ന് തോന്നുകയാണെങ്കിൽ അതുമാകാമെന്ന് പറയുന്ന വെറും എത്തീസ്റ്റുകളുടെ, യുക്തിവാദികളുടെ കാലത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, ഖുർആനിൽ ഒരു കാര്യമെങ്കിലും ഉണ്ടോ നല്ല മനുഷ്യന് ഉപകരിക്കുന്ന ഒന്ന് എന്ന്? അയാളുടെ ഉപകാരങ്ങൾ ഏതൊക്കെയാണ്? അയാൾ പറയുന്ന ഉപകാരങ്ങൾ, വ്യക്തിയെ ഞാൻ പറയുന്നില്ല, വ്യക്തിയാക്ഷേപമല്ല എൻ്റെ ദൗത്യം. പക്ഷെ അയാൾ പറയുന്നത് എന്താണ്? ഒരു പെങ്ങൾക്ക് തോന്നുകയാണ് ആങ്ങളയോട് അങ്ങനെ ഒരു ബന്ധം വേണമെങ്കിൽ ആകാമല്ലോ, അതിനെന്താ കുഴപ്പം? അതാണോ ഖുർആൻ പറയേണ്ടുന്ന നന്മ? ആ നന്മ ഖുർആനിൽ തെരഞ്ഞാൽ കിട്ടൂല. ഒരു മകന് തോന്നുകയാണ് അമ്മയുടെ അങ്കലാവണ്യം, അങ്ങനെ പറയാൻ തന്നെ മടിയാണ്, അങ്കലാവണ്യം കണ്ടാൽ അമ്മയോടൊപ്പം അങ്ങനെയാകാമെന്ന് തോന്നിയാൽ അതിനെന്താ കുഴപ്പം? വാട്ട്സ് എ പ്രോബ്ലം ബിഹൈൻഡ് ദാറ്റ് എന്ന് ചോദിച്ച ഒരാൾക്ക് ഖുർആനിൽ നിന്ന് നന്മയൊന്നും കിട്ടുകയില്ല. അയാളുടെ നന്മ എന്താണെന്നറിയോ? അമ്മയോടൊപ്പവും പെങ്ങളോടൊപ്പവും എങ്ങനെയും ജീവിക്കുന്ന മക്കളെ വളർത്തിയെടുക്കലാണ് നന്മ എന്ന് അദ്ദേഹം വായിച്ചു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരൊറ്റ വരി പോലും വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയില്ല. ആ നന്മ നമുക്ക് കാണാൻ കഴിയും. അത് അബ്സല്യൂട്ട്ലി ഈവിൾനെസ് ആണ്, അത് പൈശാചികതയാണ്. അങ്ങനെ സൊസൈറ്റിയെ ബ്രേക്ക് ചെയ്ത് പോകുന്നതിൽ ഇന്ന് മുൻപിൽ പെൺകുട്ടികളാണ് എന്നതാണ്. കാരണം എന്താണെന്നറിയോ? നിങ്ങൾ ഖുർആനും ഹദീസ് അല്ലെങ്കിൽ മതപരമായ പഠനങ്ങളോ വാല്യൂസോ പഠിക്കാതെ ഇവരുടെ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രസംഗങ്ങൾ കേട്ട് അവസാനം എവിടെ എത്തിയെന്നറിയോ? യൂറോപ്പൊക്കെ പണ്ട് കൈകാര്യം ചെയ്തിരുന്ന എക്സ്ട്രീമിസം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ, ആ എക്സ്ട്രീമിസം നമ്മളിലേക്ക് അറിയാതെ കയറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ എക്സ്ട്രീമിസം എന്താ? ഈ അടുത്തിടെ എറണാകുളത്ത് സംഭവിച്ചില്ലേ? 5 പെണ്ണുങ്ങൾ 5 ആണുങ്ങൾ ഒന്നിച്ച് യാത്ര പോകുന്നു, ഭാര്യ ഭർത്താക്കന്മാർ. എന്നിട്ട് ഹോട്ടലിൽ വെച്ചിട്ട് പെൺകുട്ടികളുടെ കണ്ണ് കെട്ടുന്നു, ഭാര്യമാരുടെ കണ്ണ് കെട്ടിയിട്ട് അവസാനം ചാവി എടുക്കാൻ പറയുന്നു. കണ്ണ് കെട്ടിയിട്ട് അവിടെ എല്ലാവരുടെ കാറിന്റെ ചാവിയും ടേബിളിൽ വെക്കുന്നു. എന്നിട്ട് ആ ടേബിളിൽ വെച്ചിട്ട് ഓരോരുത്തർ ആരുടെ ചാവിയാണ് എടുത്തത് അയാളുടെ കാറിൽ കയറി പോകാൻ വേണ്ടി പറയുന്നത് യൂറോപ്പിലല്ല, നമ്മുടെ എറണാകുളത്താണ്. പത്രത്തിൽ വാർത്തകൾ വന്ന് നിങ്ങൾക്ക് ഓർമ്മയില്ല. ഈസ് ഇറ്റ് നിയോ ലിബറലിസം? ഇതാണോ നിങ്ങൾ പറയുന്ന ലിബറലിസം? ടൂറ് പോയിട്ട് അവസാനം ഭാര്യമാർ മറ്റുള്ള ഭർത്താക്കന്മാരോടൊപ്പം ഷെയർ ചെയ്യലാണോ ലിബറലിസം? നിങ്ങൾ പഠിക്കുന്ന ലിബറലിസം അതാണോ? എന്നാൽ ലിബറലിസ്റ്റുകൾ പറയുന്ന ലിബറലിസം അതാണ്. വിദേശ രാജ്യത്ത് ഒരുപാട് നമ്മൾ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ കല്യാണത്തിനോ മറ്റോ പോയാൽ 3 മക്കളെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഇതെന്റെ ഫസ്റ്റ് ലെവലിലുള്ള മോനാണ്, ഇത് സെക്കൻഡ് ലെവലിലുള്ള മോനാണ്, ഇതെന്റെ 3ാമത് ഭാര്യയിലുള്ള മോനാണെന്നാ പറഞ്ഞ് പരിചയപ്പെടുത്തുക. അപ്പൊ ലവേഴ്സിലെ മോനുണ്ട്, കാമുകിയിലെ മക്കള്, ഇതൊക്കെ പുറത്തുള്ള സാധനം ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ ചേക്കേറി വരികയാണ്. എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോട്, നമുക്കും മക്കളെ വളരാം മക്കളോടൊപ്പം എന്ന് പറയുമ്പോൾ തന്നെ ആ വളർച്ച നമ്മൾ എടുക്കരുത്. നമ്മൾ ഒരു കലക്ടറാകുമ്പോഴും അദീല അബ്ദുള്ളയെ പോലെ, വയനാടിന്റെ കലക്ടറായ അദീലയെ പോലെ ഒരു കലക്ടറായി നിങ്ങൾ മാറുമ്പോഴും, അവൾ ഡോക്ടറായിട്ടാണ് കലക്ടറായത്, മാറുമ്പോഴും ബാങ്ക് കൊടുത്താൽ നല്ല രീതിയിൽ നിസ്കരിക്കുന്ന, എബോവ് ഓൾ അള്ളാഹുവോട് വലിയ ബന്ധമുള്ള ഒരാളായി, എല്ലാ മനുഷ്യരെയും നെഞ്ചിൽ ചേർത്ത് സ്നേഹിച്ചു പോകുന്ന ഒരാളായി നിങ്ങൾക്ക് മാറാൻ പറ്റണമെന്നതാണ്. അതോടൊപ്പം എത്ര നിങ്ങൾ ഉയർന്നു പോയാലും ഉമ്മാമ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന ചിന്തയുണ്ടാകലാണ്. അല്ലാതെ ഉമ്മാമയെല്ലാം അതൊക്കെ ഓൾഡ് ഏജ് എന്ന് പറഞ്ഞിട്ട് തള്ളല്ലേ. നിങ്ങൾ ജനിക്കുന്ന ദിവസം ഒന്ന് ആലോചിച്ചു നോക്ക്. ആശുപത്രിയിൽ ലേബർ റൂമിന്റെ മുമ്പിൽ ഒരു പാവം സ്ത്രീ തസ്ബീഹ് മാല മറിച്ച് നിന്നിരുന്നു, അല്ലെങ്കിൽ മറിക്കാതെ നിന്നിരുന്നു. മറിക്കണോ മറിക്കണ്ടയോ നിങ്ങൾ തീരുമാനിച്ചോ? ആ സമയത്ത് നിങ്ങളുടെ ഉമ്മയുണ്ടല്ലോ അകത്ത് കിടന്ന് എന്ന് പറഞ്ഞിട്ട് കരയാണ്. ശരിക്കും അസ്ഥിയെല്ലുകൾ മുഴുവനും അഥവാ വാരിയെല്ലുകൾ മുഴുവനും ഒടിഞ്ഞു പോകുന്ന അത്രയും മാത്രം ശക്തമായ വേദനയാണ് ഒരു മനുഷ്യന്റെ നൊന്തുള്ള പ്രസവത്തിന് എന്ന് അതിൻ്റെ ആളുകൾ പറയാറുണ്ട്. ആ ഒരു ഞെരുക്കത്തിൽ എന്ന് പറയുമ്പോഴും എൻ്റെ മകൾക്കൊന്നും വരുത്തരുതേ, എൻ്റെ മകളുടെ ജനിക്കാനിരിക്കുന്ന കുട്ടിക്കൊന്നും വരുത്തരുതേ എന്ന് പറഞ്ഞ് തസ്ബീഹ് മാലയുടെ ആ ഒരു മത്തുമണികളെപ്പോലെ കണ്ണുനീരൊൽപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പ്രാർത്ഥിച്ച ഒരു പാവം സ്ത്രീയുണ്ട്.
അന്ന് അവർക്ക് 55 വയസ്സായിരുന്നു. ഇന്ന് നിങ്ങൾക്ക് 20 വയസ്സായപ്പോൾ അവർക്കിപ്പോൾ 75 വയസ്സാണ്. ആ പാവം സ്ത്രീ ഫോണ് വിളിച്ചിട്ട് പറയും, മോളെ ഒന്ന് വരുമോ, എന്നെ കണ്ടിട്ട് കുറേ ദിവസമായി, കോളേജിൽ പഠിക്കുക. നിങ്ങൾ പറയും, മാമ എനിക്ക് പ്രൊജക്റ്റ് ഉണ്ട്, എനിക്ക് അസൈൻമെൻ്റ് ഉണ്ട്, നിങ്ങളെ വന്ന് കാണാനൊന്നും എനിക്ക് സമയമില്ലാന്ന്. എന്ത് പ്രൊജക്റ്റ്, എന്ത് അസൈൻമെൻറ്റ്? നിങ്ങളുടെ ജന്മം പ്രതിസന്ധിയിൽ നിന്ന സമയത്ത് ആകാശത്തെ കിടുക്കിക്കൊണ്ട് കണ്ണീർ വാർത്ത ഈ പാവം സ്ത്രീക്ക് ഒരു നോട്ടം പോലും കൊടുക്കാൻ കഴിയാത്ത, ഒരു ഗിഫ്റ്റായിട്ടൊരു ദിവസത്തെ ഒരു ചെന്ന് ചേർന്ന് ഉമ്മാമ്മ എന്ന് പറഞ്ഞിട്ടൊന്ന് നെഞ്ചിൽ ചേർക്കാൻ പറ്റാത്ത സ്നേഹത്തിൻ്റെ അപ്പുറം എന്ത് പ്രൊജക്റ്റാണ്, എന്ത് രീതിയിലുള്ള ഭാവമാണ് നമുക്കുണ്ടാവുക? എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട്, നിങ്ങൾ ഫുട്ബോൾ കളിക്കുന്നു, നിങ്ങൾ ഉന്നതമായ രീതിയിൽ അത് കളിച്ചോ, അതൊക്കെ നമുക്കറിയാം. പക്ഷേ ആ കാര്യത്തിൽ നിങ്ങൾ പോകുമ്പോൾ എപ്പോഴെങ്കിലും ഉമ്മയെന്ന് വിളിക്കുമ്പോൾ ഇപ്പെനിക്ക് പറ്റില്ല വരാൻ, ഞാനിവിടെ കളിയിലാണെന്ന് പറയല്ലേ. നിങ്ങളൊക്കെ സ്നേഹിക്കുന്ന റൊണാൾഡോ ഉണ്ടല്ലോ, ഈ റൊണാൾഡോ ലോകകപ്പ് കളിക്കുന്ന സമയത്ത് പോലും സ്വന്തം അമ്മ വിളിച്ചാൽ അതിന് ഉത്തരം നൽകുന്നവന്റെ പേര് കൂടിയാണ് ദി ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാതെ അമ്മയുടെ വിളി കേൾക്കുമ്പോൾ വീണ്ടും കളിയിലേക്ക് പോകുന്നവനല്ല റൊണാൾഡോ. നിങ്ങൾക്ക് ലോകകപ്പാണോ വലുത്, നിങ്ങളുടെ അമ്മയാണോ വലുത് എന്ന് പത്രക്കാർ ചോദിക്കുമ്പോൾ ലോകകപ്പിനേക്കാൾ എനിക്ക് വലുത് എൻ്റെ അമ്മയാണെന്ന് മറുപടി പറഞ്ഞിട്ടുള്ള കളിക്കാരൻ്റെ പേര് കൂടിയാണ് ദ ഗ്രേറ്റ് റൊണാൾഡോ എന്ന് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളോട്, നിങ്ങൾ കളിച്ചോ, ആദ്യത്തെ ബാറ്റ് വീശുമ്പോൾ സിക്സർ നിങ്ങൾ അടിച്ചോ, ആദ്യത്തെ പന്തുരുട്ടിക്കൊണ്ട് പോകുമ്പോൾ ആദ്യ ഗോള് നിങ്ങളുടെ കാലിൽ നിന്ന് തന്നെ പിറക്കട്ടെ. അതൊക്കെ യൂണിവേഴ്സിറ്റിയിലും കലാലയങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ സ്വന്തം മാതാവിൻ്റെ പിതാവിൻ്റെ ഫോൺ വരുമ്പോൾ അതൊന്ന് നിർത്തിവെച്ച് കൂട്ടുകാരോട് പറഞ്ഞ് ഉമ്മ വിളിക്കുന്നു എന്ന് പറഞ്ഞ് മറുപടി കൊടുക്കാൻ പറ്റുന്ന കുട്ടി കൂടിയായി നമ്മൾ ഓരോരുത്തരും മാറുമ്പോഴാണ് ആധുനിക തലമുറയിലെ കുട്ടികൾ വലിയ വാല്യൂസ് ഉള്ള മക്കളായി മാറുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇവിടെ ഇരിക്കുന്ന കുട്ടികളോട്, നമ്മൾ വളർന്നു എന്ന് വിചാരിക്കരുത്. വളർന്നിട്ടുണ്ട്, നമ്മൾ ടെക്നോളജിയിലൂടെ വളർന്നിട്ടുണ്ട്, അതേപോലെ തന്നെ നമ്മൾ എഡ്യൂക്കേഷനിൽ വളർന്നിട്ടുണ്ട്, ഭാഷാപരമായി വളർന്നിട്ടുണ്ട്. പക്ഷേ പഴയ ആളുകളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്കില്ല. എന്താ ഇമോഷണൽ ഇൻ്റലിജൻസ്? ആളുകളോടുള്ള ബന്ധമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധം പോലെ ജനങ്ങളോടൊരു ബന്ധം വേണം. ആളുകൾക്കിടയിലേക്ക് ഇറങ്ങണം. സോഷ്യോ ബെൽറ്റിൽ നമ്മൾ ഉണ്ടാകണം. സമൂഹത്തിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യണം. ഇന്നിതാ ഈ പറയുന്ന പ്രദേശത്തെ മുസ്ലിം ലീഗുകാർ നിങ്ങളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് 3-4 ടോക്കുകൾ ഇവിടെ നടക്കുമ്പോൾ ഈ പ്രഭാഷണം വെറും ഒരു പ്രഭാഷണമായി എൻ്റെ നിങ്ങൾ വേണമെങ്കിൽ തള്ളിക്കോ, പക്ഷെ ഇതിൻ്റെ ആശയം നിങ്ങൾ തള്ളരുത്. കാരണം എന്താണെന്നറിയോ? ഇവരിത് ചെയ്യുന്നത് സമൂഹത്തോടുള്ള കടപ്പാടാണ്. ഇതാ നാളെ മറ്റന്നാളൊന്നും തെരഞ്ഞെടുപ്പ് വരാനൊന്നുമില്ല. ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇപ്പൊ തെരഞ്ഞെടുപ്പ് മറ്റു കാര്യങ്ങളൊന്നുമില്ലല്ലോ, ഇപ്പം എന്താ മുസ്ലിം ലീഗിന്റെ സമ്മേളനം എന്ന്. മുസ്ലിം ലീഗ് ഒരിക്കലും ആളുകളെ സഹായിച്ചതും സഹകരിച്ചതും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുത്തതും തെരഞ്ഞെടുപ്പിന് വേണ്ടിയല്ല, മനുഷ്യരെ സ്നേഹിച്ചത് കൊണ്ട് മാത്രമാണ്. തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടിട്ട് ഇന്നേ വരെ മുസ്ലിം ലീഗ് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടേ ഇല്ല, നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. കാരണം ഒരുപാട് പരിപാടിയിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗുകാർ എപ്പോഴും ആളുകൾക്ക് ഉപകാരം. തെരഞ്ഞെടുപ്പൊക്കെ അവരുടെ മുമ്പിൽ ഉണ്ടാകും, ചിന്തകളുണ്ടാകും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇത്തരം പരിപാടികളും നമുക്കും വളരാം. മക്കളോടൊപ്പം എന്ന പരിപാടി നടത്തുന്നത് നിങ്ങളെ വോട്ട് കിട്ടാനൊന്നുമല്ല, അതൊക്കെ അതിൻ്റെ ലോകത്തിൽ നടക്കട്ടെ. പക്ഷേ സമൂഹത്തെ സ്നേഹിച്ചുകൊണ്ടാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പൊസിഷൻ ഏതാണെന്നറിയോ? ലോകത്തിലെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിക്കോ. ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷൻ, ഞാൻ പറഞ്ഞ പ്രവാചകന്മാർ ഏറ്റവും ടോപ്പ് പൊസിഷനിലായിരുന്നു, ആചാര്യന്മാർ അതിലായിരുന്നു. എന്താ കാര്യം? ആ പൊസിഷൻ മോഡേണിസത്തിൽ പറഞ്ഞാൽ ആ പൊസിഷൻ തന്നെ ഇന്നത്തെയും പൊസിഷൻ. എന്താണെന്നറിയോ? ഡോക്ടറാകലല്ല, ഡോക്ടർമാർക്കെല്ലാം അഭിവാദ്യങ്ങൾ, നിങ്ങൾ ഒരുപാട് ജീവനെ രക്ഷിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. എഞ്ചിനീയർ ആകലല്ല, കളക്ടറാകലല്ല. ഈ ലോകത്തിൽ ഏറ്റവും വലിയ പൊസിഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ റിഫോമർ ആകലാണ്. സോഷ്യൽ ലീഡർ പോലുമല്ല, സാമൂഹ്യ ലീഡർ അല്ല ഏറ്റവും വലിയ പൊസിഷൻ, സോഷ്യൽ റിഫോമർ എന്നാണ്. എന്താ സോഷ്യൽ റിഫോമർ? സാമൂഹിക പരിഷ്കർത്താവ്, അഥവാ സമൂഹത്തെ മൊത്തത്തിൽ ഉയർച്ചയിലേക്ക് കൊണ്ടുപോയ ആ വലിയ മനുഷ്യന്റെ പൊസിഷനാണ് സോഷ്യൽ റിഫോമർ എന്നത്. ഈ ലോകത്തിൽ ഏറ്റവും വലിയ പൊസിഷൻ ഒരിക്കലും ബിസിനസ്സുകാരനാകലല്ല, സമൂഹത്തിന് വേണ്ടി നന്മ ചെയ്തവരാണ്. ഇപ്പൊ ഇതാ ഇന്ത്യയിൽ നിന്നൊരു മഹാനായ ഒരു മനുഷ്യൻ, ഒരു ബിസിനസ്സുകാരൻ മരണപ്പെട്ടു പോയി, നമ്മുടെ പ്രിയങ്കരനായ രത്തൻ ടാറ്റ. ആ ടാറ്റയുടെ ആസ്തികൾ ഇന്ന് ഒരു പക്ഷേ അംബാനിയേക്കാൾ അദാനിയേക്കാൾ മുകളിലാണ്. ടെക്നിക്കലി അവര് മുമ്പിലാണെങ്കിലും ആസ്തി വൈസ് ഇന്നും ടാറ്റയാണ് മുമ്പിൽ. ടാറ്റയുടെ അത്രമാത്രം കമ്പനി ഇവർക്ക് ആർക്കുമില്ല. പക്ഷേ ടാറ്റയുടെ ടോട്ടൽ സമ്പത്തിന്റെ 50%-ത്തിലേറെയും സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. അതുകൊണ്ടാണ് ടാറ്റ ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടത്. ഇനി ഇതാ
നെക്സ്റ്റ് എന്നെങ്കിലും അസീം പ്രേംജി മരിച്ചു പോകും. അസീം പ്രേംജി ഒരു മുസൽമാനാണ്. അസീം പ്രേംജി മുസ്ലിമാണോ എന്നും കൂടി ആൾക്കും അറിയില്ല. ഈ അസീം പ്രേംജി മരിച്ചു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ 2.25 ലക്ഷം കോടിയിൽ നിന്നും, അഥവാ 2.25 ലക്ഷം കോടിയിൽ നിന്നും 1.25 ലക്ഷം കോടിയും മൊത്തത്തിൽ വിതരണം ചെയ്തത് സമൂഹത്തിന്റെ പരിഷ്കരണത്തിന് വേണ്ടിയാണ്. അസീം പ്രേംജി ഫൗണ്ടേഷൻ അതിന് വേണ്ടിയിട്ടാണ്. അസീം പ്രേംജി എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അഥവാ നിങ്ങൾ എഡ്യൂക്കേഷന് പൈസ ഇല്ലെങ്കിൽ ടെസ്റ്റുകൾ എഴുതി അതിന് കപ്പാസിറ്റി ഉണ്ടെന്ന് തെളിഞ്ഞാൽ അസീം പ്രേംജി ഫൗണ്ടേഷനെ നിങ്ങൾ സമീപിച്ചാൽ മതി. അവരതിൻ്റെ എല്ലാ കാര്യങ്ങളും എടുക്കും. ഞാനിവിടെ യൂത്ത് ലീഗിന്റെ KMCCയുടെ ആൾക്കാരോട് പറയാൻ, അസീം പ്രേംജി ഫൗണ്ടേഷനുമായി നിങ്ങളും ബന്ധപ്പെടണമെന്നാണ് ഞാൻ പറയാ. കാരണം ഒരുപാട് മേഖലയിലേക്ക് പോകാൻ അസീം പ്രേംജിയിലൂടെ നമുക്കും പറ്റുമെന്നതാണ്. അദ്ദേഹം എല്ലാവരെയും സഹായിക്കുന്നു എന്നതാണ്. ഈ അടുത്തിടെ ഷാർജയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുള്ള ഹംദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ഞാൻ നിർത്താൻ വേണ്ടിയിട്ട് പോവാൻ. ഹംദ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്. ആ ഹംദ എന്ന് പറയുന്ന പെൺകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു 24-ാമത്തെ വയസ്സിൽ. അവള് ഈ കാണുന്ന UAE കണ്ട ഏറ്റവും വലിയ കാർ റേസിംഗിന്റെ ആളായിരുന്നു. കാർ റേസിംഗ് നടത്തി അതിൽ വിജയിച്ച ആളായിരുന്നു. ഇവൾക്ക് കിട്ടുന്ന കോടികൾ എങ്ങട്ടാ പോകുന്നതെന്ന് ഷാർജക്കറിയില്ലായിരുന്നു. ഹംദ എന്ന് പറയുന്ന ആ പെൺകുട്ടി അവസാനം കോടികൾ വാരിക്കൂട്ടി അതെവിടെയോ കൊണ്ടുപോയി ചെലവഴിക്കുന്നു എന്നറിയാം. 24-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡന്റ് പറ്റി ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ഷാർജ ഷെയ്ഖ് അവരുടെ ഫൗണ്ടേഷനെ കുറിച്ച് കേൾക്കുന്നു. ഹംദ ഫൗണ്ടേഷൻ എവിടെ വർക്ക് ചെയ്യുന്നു എന്ന് പഠിക്കുന്നു. ഈ കോടികൾ കൊണ്ടുപോയി ആഫ്രിക്കയിലെ പട്ടിണി രാജ്യത്ത് കൊണ്ടുപോയി ആ പ്രദേശം ഏറ്റെടുത്ത് അവിടെ യൂണിവേഴ്സിറ്റിയും അവിടെ സ്കൂളുകളും അവിടെ പള്ളികളും എല്ലാം നിർമ്മിച്ചു കൊടുത്ത ഹംദ 24 വയസ്സായപ്പോഴേക്കും ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോഴും കോടിക്കണക്കിന് രൂപ താൻ സമ്പാദിച്ച UAE ഏറ്റവും വലിയ കാർ റേസിംഗ് ഇതിലെ സക്സസ്ഫുൾ ആയി മാറിയിട്ടുള്ള പെൺകുട്ടി, ഏറ്റവും മനോഹരമായ കാർ റൈഡർ നടത്തിയിട്ടുള്ളത് ഒരു ഗ്രാമത്തെ ഏറ്റെടുക്കലാണ്. ദാറ്റ് ഈസ് റിഫോർമേഷൻ. അതിൻ്റെ പേരാണ് സാമൂഹ്യ പരിഷ്കരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഏറ്റവും ടോപ്പ് പൊസിഷൻ. ഈ ബിസിനസ്സുകാരെല്ലാം ഇന്നെന്തുകൊണ്ടാണ് പ്രിയങ്കരനായ യൂസഫ് അലിക്ക് ആളുകളെ സഹായിക്കാൻ എന്ന പോലെ നടക്കുന്നതെന്നറിയോ? അത് ഈ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. എന്തുകൊണ്ടാണ് മറ്റ് ബിസിനസ്സുകാർ ഇത്രയും കോടികളുടെ ബിസിനസിന്റെ അതിന്റെ മീറ്റിംഗ് പോലും മാറ്റിവെച്ചിട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളതെന്നറിയോ? അത് സാമൂഹ്യ പരിഷ്കരണത്തിന്റെ ഭാഗമാണ്. ബിസിനസ്സിനേക്കാൾ മേലെ സാമൂഹ്യ പരിഷ്കരണമാണ് എന്ന് പഠിച്ചത് കൊണ്ടാണ്. ആ സാമൂഹ്യ പരിഷ്കരണത്തിന്റെ കൂട്ടായ രീതിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അഥവാ മനുഷ്യരെ ഉയർത്തിക്കൊണ്ടുപോകാൻ അവർ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിച്ചുകൊള്ളട്ടെ. എൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പഠിത്തത്തിൽ കോംപ്രമൈസ് ഇല്ലാതെ നിങ്ങൾ പോവുക. അങ്ങനെ പഠിച്ച് നിങ്ങൾ PSC എഴുതുക, UPSC എഴുതുക, അതിൻ്റെ ടോപ്പ് റേഞ്ചിലേക്ക് എത്തുക, വിദേശ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തുക. ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ടെക്സസിലും കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലും 7 രൂപ കിട്ടും. ടൈൽസിന്റെ പണിക്കാരനായി വരുമ്പോൾ 1 രൂപ കിട്ടും. ടൈൽസിന്റെ പണിക്കാരനായി വരുമ്പോൾ 1000 രൂപ കിട്ടും. എന്നാൽ നിങ്ങളൊരു സുന്ദരനായ ആർക്കിടെക്റ്റായി അതിഭൗതികതയിൽ ഏറ്റവും സ്ട്രോങ്ങിൽ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന, അതിനെ മനസ്സിലാക്കി കൊടുത്ത് അതിനെ വാർത്തെടുക്കുന്ന ആർക്കിടെക്റ്റ് ആ വീട് കാണാൻ വരല് വെറും 3-4 തവണയാണ്. അയാളുടെ വരവിന് നിങ്ങൾ ചുരുങ്ങിയത് 1 കോടി രൂപക്ക് 10 ലക്ഷം രൂപ കൊടുക്കേണ്ടി വരും. നല്ലൊരു ആർക്കിടെക്റ്റിന് അയാളുടെ ഒരു വരവിൻ്റെ വില 2.5 ലക്ഷം രൂപയാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഒരു ആർക്കിടെക്റ്റ് അതിലേക്ക് വരുന്നത് ആ ഒറ്റ ദിവസത്തേക്ക് നിങ്ങൾ 2 ലക്ഷം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും. കാരണം 8 ലക്ഷം രൂപയെങ്കിലും മനോഹരമായ വീടിന് നിങ്ങൾ, അപ്പം അതിന് ബാക്കിൽ കുറേ പ്രവൃത്തിയില്ല എന്നൊക്കെ നിങ്ങൾ പറയും. അതൊക്കെ ഈ ജോലിക്കാർ 10,000 രൂപ 15,000 രൂപയൊക്കെ വെച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇയാളുടെ ഒരു വരവിന് 2 കൊടുക്കേണ്ടി വരും. കാരണം ഇറ്റ് ഈസ് ഓൺലി ബിക്കോസ് ഓഫ് ഇന്റലക്ച്വൽ ജോബ്. അത് ഇന്റലക്ച്വൽ ജോബ് ആയതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ മക്കളെ ബുദ്ധിപരമായ ജോലിയിലേക്ക് കയറ്റുക. അപ്പോഴേ നമുക്ക് ഉയരാൻ പറ്റൂ. അതിനും അപ്പുറത്തേക്ക് ബിസിനസിന്റെ അങ്ങേ തലയിലേക്ക് നമ്മുടെ കുട്ടികളെ കയറ്റാൻ നോക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഇൻവെസ്റ്ററാക്കി നമ്മുടെ മക്കളെ മാറ്റാൻ നോക്കുക. അത് നമ്മുടെ കുട്ടികളെ നോക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ആ കുട്ടികൾ അങ്ങനെ വളരുമ്പോൾ ഒരു ഭാഗത്തിലൂടെ എത്ര ദൂരെ സഞ്ചരിച്ചാലും അവിടെ നിന്നെല്ലാം ഉമ്മയെ വിളിക്കുന്ന, ഉപ്പയെ വിളിക്കുന്ന, മഹലിന്റെ കാര്യങ്ങൾ എന്തായി, പ്രദേശത്തിന്റെ കാര്യങ്ങൾ എന്തായി എന്ന് അന്വേഷിക്കുന്ന, ഏതെങ്കിലും മൊബൈൽ കൊണ്ട് ഏതോ ഒരു കാരാഗ്രഹത്തിൽ എന്ന പോലെ റൂമിലിരുന്ന് വെറും തപസ്സിരിക്കുന്ന കുട്ടിയിൽ നിന്ന് മാറി സമൂഹത്തിൽ ഇടപെടുന്ന
ഒരു മോനാക്കി വാല്യൂസോടെ നമ്മുടെ മക്കളെ വളർത്തുക. എബവ് ഓൾ സൊസൈറ്റിയിൽ ഉപകാരമുള്ള മക്കളാക്കി വളർത്തുന്നതിൻ്റെ കൂടെ തന്നെ ഇപ്പുറത്ത് നല്ല അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ആളാക്കി വളർത്തുക. അതിനെന്താ ചെയ്യേണ്ടതെന്നറിയോ? ഉപദേശത്തേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് അവർക്ക് കൊടുക്കേണ്ടത് ജീവിതത്തിൻ്റെ സബര്യകളാണ്, ഉമ്മയുടെ സത്യസന്ധതയാണ്, പിതാവിൻ്റെ ജജാൻഡിസമാണ്, പിതാവിൻ്റെ കരിസ്മാറ്റിസമാണ്. ഇതെല്ലാം പകർന്നു കൊടുത്ത് സമൂഹം തന്നെ സല്യൂട്ട് ചെയ്യുന്ന മക്കളാക്കി നമ്മളെ മക്കൾ ഉയരട്ടെ. ആൺകുട്ടികളും പെൺകുട്ടികളും മാറട്ടെ. അതിമനോഹരമായി അങ്ങനെ വളർന്നു പോകുന്ന ഒരു കാലം നമുക്ക് സ്വപ്നമല്ല, അത് യാഥാർത്ഥ്യത്തിലൂടെ കണ്ടുപോകാം. അങ്ങനെയാണ് ഇക്കഴിഞ്ഞ എല്ലാവരും നടന്നു പോയത്. എല്ലാ പ്രദേശങ്ങളിലും പ്രശ്നങ്ങൾ ഇങ്ങനെ കലുഷിതമായി കൊണ്ടിരിക്കുന്നു. വർഗീയതകൾ ഇങ്ങനെ വല്ലാണ്ട് ചഞ്ചാടിക്കൊണ്ടിരിക്കുന്നു. അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. പല ആളുകൾക്കും വർഗീയപരമായി ചിന്തിക്കാനേ സമയമുള്ളൂ, കമന്റ് ഇടാനേ സമയമുള്ളൂ. അപ്പൊ എല്ലായ്പ്പോഴും എല്ലാ മതസ്ഥരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് എല്ലാവരെയും ഒന്നിപ്പിച്ചുകൊണ്ട് വീണ്ടും നാം മുന്നോട്ട് എന്ന് പറഞ്ഞു ഈ സമൂഹത്തെ നയിക്കേണ്ടുന്ന ഉത്തരവാദിത്വവും ഈ കാണുന്ന മുഴുവൻ ആളുകൾക്കുമാണ്. ആ ഉത്തരവാദിത്വം അന്നും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനത്തിന് 1000 അഭിവാദ്യങ്ങൾ നൽകിക്കൊണ്ട് ഇവരിടുന്ന ഓരോ പദ്ധതികളും നിങ്ങൾ നടപ്പിലാക്കി മനോഹരമായി കൊണ്ടുപോകാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കും ഇനി വളരാം. നമ്മുടെ മക്കളോടൊപ്പം, എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ നമുക്ക് വളർത്താം നമ്മളോടൊപ്പം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.